നിറച്ച് തേനീച്ചയുള്ള ഒരു പെട്ടിയാണ്. ഇതിനകത്ത് നമ്മൾ പിരിക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ പിരിക്കുന്നതിനൊരു 6 ദിവസം മുമ്പേ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നല്ല പുതിയ അട, കുറച്ച് നല്ല പുതുക്കമുള്ള അട വരാനും പുതിയ മുട്ടയിടാനും തീരെ ചെറിയ കുഞ്ഞുങ്ങളെ തന്നെ എടുത്ത് അവർ റാണിയാക്കാനും വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് അതിനകത്ത് അട കെട്ടിക്കുക അവരെ കൊണ്ട്. അപ്പം ഓൾറെഡി ഇതിനകത്ത് 6 അടയും കെട്ടിയിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ താഴ്ഭാഗം നമ്മൾ കുറച്ച് കട്ട് ചെയ്തതിന് പുതിയ അട കെട്ടിപ്പിക്കാൻ ഉള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ഇനിയും തേനീച്ച വളർത്താൻ പോകുന്ന പുതിയതായിട്ട് വളർത്തിക്കൊണ്ടിരിക്കുന്നവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മൾ കാണാൻ പറ്റും. ഇവിടെ ഈ അടകൾ തമ്മിൽ കൂട്ടി വെപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്നറിയാം? എന്തായിരിക്കും? ഇത് നമ്മൾ തേനീച്ച വളർത്തലുണ്ടാകുന്ന അപാകതയാണ്. ഇത് കറക്റ്റ് ബീച്ച് സ്പേസ് ഇട്ട് കൊടുക്കേണ്ടതാണ്, ചെയ്യാൻ പറ്റിയില്ല. ഇതിൻ്റെ വളർത്തിനുള്ള ദോഷമാണത്. തിരക്കുകൊണ്ട് ദോഷമാണല്ലേ സാറേ? അല്ലേ കുറിച്ചോ അല്ലേ? നോണ് തിരക്കുകൊണ്ട് ശ്രദ്ധിച്ചില്ല. അതെ, ഇത് വണ്ടിയെ കൊണ്ടുണ്ടോ കുറിച്ചോ? പിന്നെ ചില പെട്ടിക്കകത്ത് എന്തേരം അടുപ്പിച്ച് വെച്ചാൽ അവരത് കൂട്ടി മുട്ടിക്കും. കണ്ട ഇതിനകത്ത് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം സി ഷേപ്പിൽ വളഞ്ഞിരിക്കുന്ന പുഴുക്കളുണ്ട്. പക്ഷേ ഇതിനകത്ത് നൂലുമുട്ട വളരെ കുറവാണ്. സി ഷേപ്പിലുള്ള പുഴുക്കൾ ഇഷ്ടം പോലെ ഇരിക്കുന്നു. ശ്രദ്ധിച്ച് നോക്കി കാണാൻ കണ്ട ഇതിനകത്ത് കാണാം. അതാണ് മുട്ട അല്ല, പെൺമുട്ടയാണ്. പെണ്ണീച്ചയാണ്. കാരണം ഇതെല്ലാം കണ്ട നിരപ്പിൽ അടച്ചു വെച്ചേക്കും. അത് പെൺമുട്ടയല്ലേ? അത് പെൺമുട്ട. ഈ വെളിയിലോട്ട് തെളിഞ്ഞിരിക്കുന്ന എന്തോ ഈ മുട്ട സി ഷേപ്പിൽ വളഞ്ഞിരിക്കുന്ന കൊച്ചു പുഴുക്കളാണ്. നമുക്ക് ആവശ്യം എങ്ങനെയുള്ള നമുക്ക് നൂല് മുട്ടയെന്ന് വിരിഞ്ഞ് ഇറങ്ങുന്ന പുഴുവിനെ തന്നെ കിട്ടണം. അപ്പം നമ്മൾക്ക് എന്ത് ചെയ്യണം? ഈ അടിഭാഗം കുറച്ച് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ അതൊന്ന് നമ്മളിട്ട് ഈ അടിഭാഗം ഒന്ന് കട്ട് ചെയ്ത് അല്ല അങ്ങ് അത് മതി. എത്ര മതി അതും കളഞ്ഞു കൊടുത്തു മാറ്റി അവരെ ഈച്ചയും മൂടും. വേണ്ട, നമ്മൾ ഈ അടിഭാഗം ഇത്രയും കട്ട് ചെയ്ത് ഈ കട്ട് ചെയ്ത് വിട്ട ഭാഗം അവരെന്ത് ചെയ്യും? അവർ പുതിയ അട കെട്ടും. അതിനകത്തേക്ക് നമ്മുടെ റാണി പോയിട്ട് മുട്ടയിടും. അപ്പം നൂല് മുട്ട അതിനകത്ത് ധാരാളമായിട്ട് വരും. നൂൽമുട്ട വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ പിരിച്ച് നമുക്ക് എടുക്കാം. അപ്പം നൂലുമുട്ട വരുന്ന സമയത്ത് നമ്മൾ പിരിക്കുകയാണെങ്കിൽ ആ നൂലുമുട്ടയിൽ നിന്ന് അവർ പുതിയ നല്ല റാണി സെല്ലുകൾ കിട്ടിയിട്ടുണ്ട്. 6 പക്കം പിരിച്ചാൽ നല്ല ഈ നൂൽമുട്ടയാണോ നല്ല ഈ റാണി സെല്ല് നോക്കിയിട്ട് സി ഷേപ്പിലുള്ള പുഴുക്കൾ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പ്രായമായ പുഴുവിനെ കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പം ഇന്നത് പിരിക്കുകയാണെങ്കിൽ ഇതിനകത്തിരിക്കുന്ന പുഴുക്കളെല്ലാം 3 ദിവസമായാലും. കാരണം നമുക്ക് കണ്ടാലേ അറിയാം, അതിൻ്റെ വലിപ്പം കൊണ്ട് തന്നെ നമുക്കറിയാം. നമുക്ക് ആ കൊച്ചു പുഴുവിനെ കിട്ടും. അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്തത്. പക്ഷേ ഇതൊരു കാര്യം ഓർക്കണം, ഇതിപ്പോൾ നമ്മളിങ്ങനെ പഠിപ്പിച്ചിട്ട് എല്ലാവരും വീട്ടിൽ ചെന്ന് വെച്ചാൽ ഉടനെ ഇങ്ങനെ എടുത്ത് വെച്ച് കട്ട് ചെയ്താൽ കുത്ത് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ എന്ത് ചെയ്യണം? നമ്മളിതിനെ പെതുക്കെ ഈച്ച എന്ത് ചെയ്യണം? ചെറിയ പൂ കൊടുത്തോ അല്ലെ ഊതിയോ ഇതിനകത്തേക്ക് ഇറക്കിയതിന് ശേഷം ഇത് കാലിയാക്കി എടുത്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തിങ്ങനെ എടുക്കാം. എന്നിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കും. അപ്പോൾ ഇനി ഒരു പിന്നെ നടുക്ക് വെച്ചാൽ ഒന്നുകൂടെ പെട്ടെന്ന് കിട്ടും. അങ്ങനെയും ചെയ്യാം. അതെ, കട്ട് ചെയ്തിട്ടല്ലേ അത് ഒഴിവാക്കിയല്ലേ? അപ്പം അതിനെ ഒഴിവാക്കിയിട്ട് ആ അടങ്ങി അപ്പം അത് കട്ട് അതാണ് വിധി കുഴപ്പം. ഇതിപ്പം നമ്മുടെ ഇത് കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 6ാമത്തെ അടയും 5ാമത്തെ 1ാമത്തെ അടയെന്ന് പറഞ്ഞാൽ ഇതുപോലെ സൂക്ഷിച്ചിരിക്കും. എന്ന് പറഞ്ഞാൽ 13 ഓറിയൻറ്റേഷൻ കഴിഞ്ഞാൽ അവർ തന്നെ ഈ അറ ഉപേക്ഷിച്ചു. കണ്ടോ, ഇതിപ്പോൾ ഉപേക്ഷിക്കേണ്ട വേണ്ട. ഇവിടെയൊക്കെ ഇങ്ങനെയുണ്ട്, ഇങ്ങനെ തീരെ കട്ടിയില്ല, ഇതിനകത്തും അറകളൊന്നുമില്ല. അപ്പം ഇത് നമ്മുടെ നല്ലൊരു അടയാണെന്ന് വിചാരിച്ചു, നല്ലൊരു അടയായിരുന്നെന്ന് വിചാരിച്ചു. ഇതിനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എങ്ങനെ കട്ട് ചെയ്യും? നമ്മുടെ പേന കട്ട് ഇതിനകത്ത് നമുക്ക് നമ്മൾ നേരത്തെ ഇങ്ങനെയല്ല നേരത്തെ കട്ട് ചെയ്തത്. അതിന് പകരം നമുക്കിത് ഇങ്ങനെയും കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്യുന്നെങ്കിൽ ഈ സ്പേസിലെല്ലാം കണ്ടോ ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കട്ട് ചെയ്തിരിക്കുന്ന പാടിൽ, ഈ മുറിപ്പാടിലെല്ലാം അവർ ഇവിടെയും കെട്ടും, ഇവിടെയും കെട്ടും, ഇവിടെയും കെട്ടും, ഇവിടെയും കെട്ടും. അപ്പം സെല്ലെടുക്കുന്നത് മാത്രമല്ല കൂടുതൽ നല്ല അറകൾ കിട്ടും. അതിനാണ് നമ്മളിങ്ങനെ പല്ലും പഴുതും പോലെ ഇങ്ങനെ നമ്മൾ വാലിൻ്റെ പല്ലും ഇങ്ങനെ കെട്ടും.
ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇവിടുന്ന് ഉണ്ടായി വരുന്ന പുതിയ അറ അതിലവർ ധാരാളം മുട്ടയും. ഓക്കെ, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇത് ഇങ്ങനെ 6-ാം പക്കം മറ്റൊരു പെട്ടി ഡിവൈഡ് ചെയ്ത ശേഷം ഇതിനകത്ത് സെല്ലപ്പെടാൻ കണ്ടിട്ടില്ലേ? 6-ാം ദിവസം നമ്മൾ ഇത് രണ്ടായിട്ട് പിരിച്ചു. നമ്മൾ ഇതിനെ രണ്ടാക്കി പിരിക്കും. പിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിടത്ത് താഴേന്ന് വന്നിരിക്കുന്ന സെല്ല് അവരൊരെണ്ണം കെട്ടും. സെല്ല് കെട്ടിയാൽ അതിന്റെ 9ാമത്തെ ദിവസം അതിൽ നിന്ന് സെല്ല് എടുത്ത് എന്ത് ചെയ്യാം, നമുക്ക് മറ്റേ പെട്ടിക്കകത്ത് കൊടുക്കും. നമ്മൾ 6-ാമത്തെ ദിവസം മറ്റു പെട്ടി 2 ദിവസം കഴിഞ്ഞ അത് അല്ല 2 ദിവസമല്ല 9 ദിവസം പിന്നെ കഴിയണം. അല്ല, ഇതിനകത്ത് എടുക്കുന്ന ഒരു തലേ ദിവസം മറ്റേ പിരിക്കാൻ മതിയോ? വേറെ മതി. അപ്പൊ ഇതിനെ പിരിച്ചു വെച്ച് കഴിഞ്ഞാൽ 9ാമത്തെ ദിവസം വേറെ പെട്ടി പിരിക്കുക. പിരിച്ചിട്ട് ഇതിന് സെല്ല് എടുത്ത് അവിടെ ഇത് വെച്ച് കഴിഞ്ഞിട്ട് 9ാമത്തെ ദിവസം മറ്റേ പെട്ടി അല്ലേ? ഇതാണ് സ്പൈറൽ മെത്തേഡ്. സ്പൈറൽ മെത്തേഡ് ഇവിടെ എല്ലാം റാണിമുട്ട ഉണ്ടാക്കും. പഴയ കടയല്ലേ, മൊത്തം കളഞ്ഞാൽ പുതിയ കട മൊത്തം ഉണ്ടാക്കാം. ഇത് ഞാൻ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി. ഒന്നുമില്ല, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അകലം ഇങ്ങനെ അകലമുള്ളതാണ് നല്ലത്. എങ്കിലല്ലേ ഇവർക്ക് കൂടുതൽ കെട്ടാൻ പറ്റും. സെല്ല് കിട്ടും. ഇങ്ങനെ ആകുമ്പോഴേ കൂടുതൽ സെല്ല് കിട്ടും. മറ്റേനേക്കാൾ കൂടുതൽ സെല്ല് കിട്ടും. ഇത് അതിനകത്ത് 10 കിട്ടിയതിന് 15 കിട്ടും. മനസ്സിലായത്? അപ്പം ഇതിപ്പോൾ നമ്മൾ അടിവശം കട്ട് ചെയ്ത് വെച്ചു. ഇനി ഒരു 6 ദിവസം കൂടെ കഴിയുമ്പോഴത്തേന് ഇവിടെ അട കിട്ടും, അവിടെ അട കിട്ടും. നമുക്ക് വേണ്ട എന്നിട്ട് ഈ കൂടിനെ നമ്മൾ പിരിച്ചു വെക്കും. പിരിച്ചു വെക്കുമ്പോൾ നമുക്ക് റാണി ഇല്ലാത്ത കൂട്ടിലായിരിക്കണം. മറ്റേ അടകളിലും ഇത് കെട്ടുകയില്ലായിരിക്കോ? അതെ, മറ്റുള്ള അടകളിലും മറ്റേ അട ഇപ്പം നമ്മൾ ഒരടയിലല്ലേ കട്ട് ചെയ്തു, 1, 2, 3 എണ്ണത്തിൽ കട്ട് ചെയ്യാം. എന്നിട്ട് അവിടെയും കൂടെ കെട്ടിച്ചിട്ട് വേണം നമ്മളിതിനെ പിരിക്കാൻ. പിരിച്ചു കഴിഞ്ഞ് റാണിയുള്ള കൂടിനെ നമ്മൾ ദൂരെ കൊണ്ടുപോകും. റാണി ഇല്ലാത്ത കൂട്ടിലപ്പോൾ എന്ത് കിട്ടും? റാണി സെല്ല് കിട്ടും. ആ പിരിച്ചതിന്റെ 9ാമത്തെ ദിവസം രാവിലെ നമുക്ക് എന്ത് കട്ട് ചെയ്തിടാം? എന്ത് കട്ട് ചെയ്തിടാം? റാണി സെല്ല് കട്ട് ചെയ്തിടാം. എന്നിട്ട് നമുക്ക് വേറെ കൂടി പിരിച്ചതിനകത്തേക്ക് കൊടുക്കുകയും ചെയ്യും. ഇത് വേണ്ട, നമുക്ക് വേണ്ട. ഇത് നമുക്ക് ഇതിങ്ങെടുക്കാം. മോശം അടയാണ്, കളയാണ്. കഴിച്ചിട്ട് കൊടുത്തോ? വീണ്ടും കൊടുത്തോ? ചില മുകളിൽ ഇരുന്നാലും കുഴപ്പമില്ല. നമുക്ക് സെല്ലുള്ളത് ഇവിടെ കാണുന്നില്ല. അല്ല, സെല്ല് മുറിച്ചെടുത്ത് കൊടുക്കുന്നത് കാണിച്ചല്ലോ. അല്ല, ഇവർക്ക് സെല്ലെടുത്ത് കെട്ടിയത് എടുത്ത് അടുത്ത പെട്ടിക്ക് നമ്മൾ റാണിയില്ലേ ഉള്ളൂ. അത് അതിന്റെ വീഡിയോ അത് അടുത്ത് വരും. ഇനി അടുത്ത ക്ലാസ് ഉണ്ടല്ലോ, അടുത്ത ക്ലാസ്സിൽ വരും, ഇതെല്ലാം കാണിക്കും. അല്ല സാറേ? അപ്പൊ നോമിനേറ്റർ ഒരു കാര്യം ചെയ്യണം. ഈ ഒരു 6 ദിവസം കഴിയുമ്പോൾ 5-6 ദിവസം കഴിയുമ്പോൾ നമ്മൾ മുറിച്ചു വെച്ചിടത്തേന് ഒരു ഫോട്ടോ എടുത്ത് നമ്മൾ ഇതിലൊക്കെ ഒന്ന് ഇടാം. അപ്പൊ ആൾക്കാർക്ക് മനസ്സിലാവും അവിടെ കെട്ടിയത് എങ്ങനെ. അത് കഴിഞ്ഞ് നമുക്ക് പിരിക്കാം. പിരിച്ചിട്ട് നമുക്ക് അല്ല, പക്ഷേ ഇതിനകത്ത് നമുക്ക് റാണി ഉള്ളതുകൊണ്ട്